സ്വന്തമായി സ്റ്റുഡിയോയുള്ള ഒരു ഫോട്ടോഗ്രാഫറായിരുന്നു ആൽബർട്ട് സ്പഗാരി. തൻ്റെ മിഡിൽ ക്ലാസ് ജീവിതം അദ്ദേഹം വളരെയധികം മടുത്തിരുന്നു. സ്പഗാരിയുടെ നീസിലെ സ്റ്റുഡിയോക്കടുത്തായിരുന്നു സൊസൈറ്റി ജനറൽ ബാങ്ക് സ്ഥിതി ചെയ്തിരുന്നത്. ഒരു ദിവസം ചില പണ ഇടപാടുകൾക്കായി അയാൾ ബാങ്കിൽ പോയി. ബാങ്കിനകത്ത് വെച്ച് സ്പഗാരിയുടെ ചെവിയിലേക്ക് ഒരു ചെറിയ ശബ്ദം വന്ന് പതിഞ്ഞു. ഒരു ഓവുചാൽ ഒഴുകുന്ന ശബ്ദമാണെന്ന് സ്പഗാരിക്ക് മനസ്സിലായി. ആ ശബ്ദം അദ്ദേഹത്തെ ധാരാളം ചിന്തിപ്പിച്ചു. ശേഷം ബാങ്കിൽ നിന്നിറങ്ങി നീസ് നഗരത്തിൻ്റെ ഒരു ലേഔട്ട് അയാൾ സംഘടിപ്പിച്ചു. ഓവുചാലിൻ്റെ മുകളിലായിട്ടാണ് ലോക്കർ റൂം ഉള്ളത് എന്ന് സ്പഗാരി മനസ്സിലാക്കി. പതിയെ അയാൾ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ സ്പഗാരി ആ തീരുമാനമെടുത്തു: സൊസൈറ്റി ബാങ്ക് കൊള്ളയടിക്കുക. ഗൈസ്, അപ്പോൾ ബാക്കി കഥ കേൾക്കുന്നതിന് മുമ്പ് ഞാൻ ഷാമിൽ. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിന് വേണ്ടി ഇപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഫോളോ ചെയ്തോളൂ. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പിന്നീടുള്ള ഓരോ രാവും പകലും സ്പഗാരിയൊക്കെ എങ്ങനെയെങ്കിലും പണം കൈക്കലാക്കുക എന്ന ലക്ഷ്യം മാത്രമായി മാറി. അങ്ങനെ അയാൾ ഒരു ദിവസം ബാങ്കിലേക്ക് ചെന്നു ഒരു ലോക്കർ റൂം ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ നിക്ഷേപകനെന്ന നിലയിൽ ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥനൊപ്പം സ്പഗാരി ലോക്കർ റൂമിൽ പ്രവേശിച്ചു. ലോക്കർ തുറന്നു കൊടുത്ത ശേഷം ഉദ്യോഗസ്ഥൻ പുറത്തോട്ട് പോയി. ലോക്കർ റൂമിൽ സ്പഗാരി മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഉടനെ അയാൾ തൻ്റെ സ്യൂട്ട് കേസിൽ നിന്നും ഒരു ലൗഡ് അലാം ക്ലോക്ക് പുറത്തെടുത്തു. ശേഷം അത് തൻ്റെ ലോക്കറിൽ വെച്ചു. അന്ന് രാത്രി തന്നെ അലാമടിക്കാനുള്ള ക്രമീകരണം അയാൾ ക്ലോക്കിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാത്രിയായപ്പോൾ അയാൾ ബാങ്കിൻ്റെ മുൻവശത്തോട്ട് വന്നു. ആ ഒരു നിമിഷത്തിനു വേണ്ടി അയാൾ കാത്തിരുന്നു. അലാം അടിച്ചതിനു ശേഷം അരമണിക്കൂറോളം അയാൾ അവിടെ തന്നെ നിന്നു. അങ്ങനെ അയാൾക്കത് മനസ്സിലായി. രാത്രി സമയത്ത് എന്തുതരം അസ്വാഭാവികമായ ശബ്ദങ്ങൾ വന്നാലും അതിനെ ചെറുക്കാനുള്ള സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഒന്നും ആ ബാങ്കിൽ ഇല്ലായിരുന്നുവെന്ന്. ബാങ്കിൻ്റെയും ലോക്കറിൻ്റെയും പ്ലാൻ സ്പഗാരി വരയ്ക്കുവാൻ ആരംഭിച്ചു. മാത്രമല്ല, ഓപ്പറേഷൻ ഏതു വിധത്തിലാവണമെന്ന തീരുമാനങ്ങളും അയാൾ എടുക്കുവാൻ തുടങ്ങി. തനിക്കൊറ്റയ്ക്ക് ആ ഓപ്പറേഷൻ പൂർത്തിയാക്കാൻ കഴിയില്ല എന്ന് അയാൾക്ക് മനസ്സിലായി. അതിനുവേണ്ടി അയാൾക്ക് ചില ജോലിക്കാരെ ആവശ്യമായിരുന്നു. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിലുകൾ അയാൾ തുടങ്ങി. ഇന്നത്തെ കാലത്ത് ഗുണ്ടകളും കള്ളന്മാരും ധാരാളമുള്ള സ്ഥലമായിരുന്നു മാർസി സിറ്റി. സ്പഗാരിയോ അവിടേക്കെത്തി. തൻ്റെ ചില പഴയകാല സുഹൃത്തുക്കളും അവിടെയുണ്ട്. അങ്ങനെ അവിടുത്തെ പേര് കേട്ട ചില ക്രിമിനൽ ഗ്യാങ്ങുകളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. അവിടെ നിന്നും 3 പേരെ അയാൾ തൻ്റെ ദൗത്യത്തിനായി തിരഞ്ഞെടുത്തു. അങ്ങനെ സ്പഗാരി തൻ്റെ ഉദ്ദേശം അവരോട് പറഞ്ഞു. അവിടെ വെച്ച് തന്നെ അവർ ഡീൽ ഉറപ്പിച്ചു. അങ്ങനെ സ്പഗാരിയും തൻ്റെ 2 കൂട്ടുകാരും 3 ജോലിക്കാരുമായി 6 അംഗ സംഘമായി മാറി. ശേഷം സ്പഗാരിയും ഗാങ്ങും സൊസൈറ്റി ജനറൽ ബാങ്കിൻ്റെ പരിസരത്തെത്തി. ബാക്കി കഥ കേൾക്കാനായി 2ാം പകുതി കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.